ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി സാമ്പത്തിക വിദഗ്ധയായ ശ്രീമതി മേരി ജോർജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോ നാം മുന്നോട്ട് എന്നുള്ളത് താങ്കളും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. എന്തായാലും ആ ഒരു PR വർക്കിന് മാത്രമായി സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവഴിക്കുന്നത് കോടികൾ എന്നാണ് വിവരാവകാശ രേഖകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് കഴിഞ്ഞ 9 വർഷത്തിനിടെ ചിലവഴിച്ചത് 25 കോടിയോളം രൂപയാണ് എന്ന് മാത്രമല്ല, ഇനി വരുന്ന സാമ്പത്തിക വർഷം അതിന് 7 കോടി കൂടി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ 32 കോടിയോളം രൂപയാണ് ഇത്തരത്തിലുള്ള PR വർക്കുകൾക്കായി സർക്കാർ ചിലവഴിക്കുന്നത് എന്നുള്ളതാണ്. പൊതുസമൂഹം ഏറെ കഷ്ടപ്പെടുന്ന ഈ സാമ്പത്തിക ധന പ്രതിസന്ധിയിലാണ് ഇത്തരത്തിലുള്ള ധൂർത്ത് സർക്കാർ തുടരുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു? ഇതിനെ നമുക്ക് സാധാരണ രീതിയിൽ വർണ്ണിക്കാൻ സാധിക്കുകയില്ല. അത്ര കൊടും ക്രൂരത എന്ന് വേണം പറയാനായിട്ട്. അതായത് നാം മുന്നോട്ട് എന്ന പ്രോഗ്രാമില് അസത്യവാദങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കാത്തതും നടപ്പിലാക്കാത്തതുമായ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് അത് അതിനെ പർവ്വതീകരിച്ച് കേരളം ഇങ്ങനെയാണ്, കേരളം ഇങ്ങനെ ആകാൻ പോകുന്നു എന്ന രീതിയിൽ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നത് വീണ്ടും ഒരു 3-ാം ഊഴം ഈ ഗവൺമെന്റ് ഭരണത്തിൽ വരണമെന്ന ചിന്തയോട് കൂടിയാണ്. അപ്പം സാധാരണക്കാരെ, യുക്തിസഹമായിട്ട് ചിന്തിക്കുന്നവരെ ഇങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. സാധാരണക്കാർ യുക്തിസഹമായി ചിന്തിക്കുന്നവരല്ല. അവര് കേൾക്കുന്നതും കാണുന്നതും വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അത്തരക്കാരെ പാട്ടിലാക്കിക്കൊണ്ട് വീണ്ടും ഭരണത്തിൽ വരിക, അതാണ് ഉദ്ദേശം. പക്ഷേ രോഹിണി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ ഓരോ തരം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളല്ല, ഓരോ വികസന, അതായത് ഓരോരോ വകുപ്പ്, വികസന കോർപ്പറേഷനുകൾ ഉണ്ടല്ലോ, ആ വികസന കോർപ്പറേഷനുകളുടെ കീഴിൽ, അതായത് തൊഴിലാളികൾ അങ്ങോട്ട് തങ്ങളുടെ വിഹിതം കൊടുത്തുകൊണ്ട് ഒരു പെൻഷൻ പ്രതീക്ഷിച്ച് കഴിയുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് പോലും തങ്ങളുടെ വിഹിതം പിടിച്ച പെൻഷൻ പോലും കിട്ടാത്ത അവസ്ഥ. എന്താണ് ഉദാഹരണത്തിന് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ നിന്ന് ഗവൺമെന്റ് കടമെടുത്തു. അങ്ങനെ തന്നെ നമ്മളിപ്പോ ആശാ വർക്കേഴ്സിന്റെ കാര്യം തന്നെ എടുക്കുക. ആശാ വർക്കേഴ്സിന്റെ കാര്യം ഏറ്റവും മോശമായ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന, ഏറ്റവും സങ്കടകരമായ അവസ്ഥ. അതേ സമയത്ത് അവർ ചെയ്യുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സേവനമാണ് താനും. അങ്ങനെയുള്ളവരെ പോലും വെറുതെ ഈ 1 മാസത്തിലേറെ 42 ദിവസമായി അവര് മഞ്ഞും വെയിലും മഴയും കൊണ്ട് അവിടെ നിൽക്കുകയാണ്. ആ തരത്തിലുള്ള സാഹചര്യത്തിലാണ് 32 കോടി മുഖം മിനുക്കലിന് വേണ്ടി നാം മുന്നോട്ട് എന്ന് പറയാൻ, നാം മുന്നോട്ട് നടക്കുന്നുവെങ്കിൽ അതെന്തിന് വിളിച്ചു കൂവണം? മുന്നോട്ട് നടക്കുന്നത് ഒരു ലക്ഷ്യം വെച്ചായിരിക്കണം. എന്റെ രോഹിണി ഒന്ന് ആലോചിച്ചു നോക്കൂ. 2018 പ്രളയത്തിന് ശേഷമാണ് റൂം ഫോർ റിവർ, അതായത് എങ്ങനെയാണ് നമ്മുടെ കുട്ടനാടിനെ കരകയറ്റുക എന്നറിയാൻ വേണ്ടി സ്വിറ്റ്സർലൻഡിൽ പോയി കോടികൾ ചെലവഴിച്ച് മുഖ്യമന്ത്രിയും പരിവാരങ്ങളുമായി സ്വിറ്റ്സർലൻഡിൽ പോയി. ഇപ്പോഴും കുട്ടനാട് പഴയ അവസ്ഥയിൽ തന്നെ. കുട്ടനാട്ടിലുള്ളവർ എവിടെ പോയി ജീവിതം മെച്ചപ്പെടുത്താം എന്ന് വിചാരിച്ച് ആകുലപ്പെട്ട് കഴിയുകയാണ്. അതുപോലെയാണ് സമസ്ത മേഖലകളും. അപ്പോ ഈ ഗവൺമെന്റ് നാം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഈ കഴിഞ്ഞ 9 വർഷത്തിനിടെ കേരളം അന്നുണ്ടായിരുന്നതിനേക്കാൾ വളരെ വളരെ പിന്നോട്ട് പോയി. ആ പിന്നോട്ട് പോക്കിനെ ഓവർടേക്ക് ചെയ്യാൻ, അതല്ല ഇവിടെ സംഭവിക്കുന്നത് എന്ന് അന്തരാനയെ കാണുന്നത് പോലെ കാണിച്ച് വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് നാം മുന്നോട്ട് എന്ന പ്രോഗ്രാമുമായി മുഖ്യമന്ത്രി കള്ളം മാത്രം നിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി കോടികൾ ചെലവഴിക്കുമ്പോൾ പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിലേക്ക് ചെല്ലേണ്ടി വരുന്ന ചെറിയ നാണയത്തുട്ടുകൾ പോലും കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിലില്ല. സർക്കാർ ഒരു കാര്യം ഓർക്കണം, ജനങ്ങളുടെ നികുതി പണം എടുത്താണ് ഇങ്ങനെ കൊള്ളയടിക്കുന്നത്. നികുതി പണം എടുത്ത് കൊള്ളയടിക്കുന്നത് ആരാണെങ്കിലും ഒരിക്കൽ ജനം തിരിച്ചറിയുമ്പോൾ അവർ തിരിച്ചടി കൊടുക്കുകയും ചെയ്യും. അതെ, വളരെ നന്ദി ശ്രീമതി മേരി ജോർജ് പ്രതികരിച്ചതിന്.